മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ അലീനയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നു. അത് വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് സ്വന്തം മോളായിട്ടാണ്. ഇനി മുതൽ ബാലചന്ദ്രന് 3 പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ്. അത് ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയണം, അവരെ ഞാൻ ഹോസ്റ്റലിലോ ബോർഡിങ്ങിലോ എവിടെയെങ്കിലും ആക്കാമെന്ന് പറയും. ഹോസ്റ്റലിലും ബോർഡിങ്ങിലൊക്കെ പോകേണ്ട കാരണം പേടിച്ചിട്ട് രോഹിതോ പവിതയോ ഒന്നും മിണ്ടൂല. കൃഷ്ണമോൾക്ക് പിന്നെ ഒരു പ്രശ്നമില്ല എന്ന് ബാലചന്ദ്രൻ അറിയാം. അതോടുകൂടി വൈജയന്തിക്ക് വല്ലാത്ത ദേഷ്യമാവണം. അതിനുശേഷം ബാലചന്ദ്രൻ പോകും മുകളിലേക്ക്. പിന്നീട് കൃഷ്ണമോളെയും വിളിച്ചുകൊണ്ട് വൈജയന്തി സിറ്റ് ഔട്ടിലേക്ക് പോകണം. അമ്മ എന്തിനാ എവിടേക്ക് എന്നെ വിളിച്ചിട്ട് പോകണേ, എന്നെ റോട്ടിൽ കൊണ്ടുപോയി തള്ളാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാടി മര്യാദയ്ക്ക് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറയും. എവിടെയായിരുന്നു ഇത്ര 2 ദിവസം റിസോർട്ടിൽ? ഏത് റിസോർട്ടൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയും. ഞാൻ പേര് നോക്കിയില്ല എന്ന് പറയും. അവിടെ എന്തായിരുന്നു പണിയെന്ന് വെച്ചാൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എത്ര റൂം എടുത്തു എന്ന് ചോദിക്കും. ഒരു റൂമോ? നിങ്ങൾ 3 ആളോ എന്നറിയാം. നിങ്ങളെ കൂടെയാണ് അവൾ കിടന്നതെന്ന് പറയും. അതെ, ഞാനും അലീന ചേച്ചി വലിയ ബെഡ്റൂമായിരുന്നു. ഞാനും അലീന ചേച്ചിയും ഒരു സൈഡ് അച്ഛൻ എന്ന് പറയും. എടി ബുദ്ധിയില്ലാത്തവളെ, എന്തൊക്കെ ഇനി സംഭവിച്ചതെന്ന് നിനക്ക് അറിയോ എന്നൊക്കെ ചോദിക്കും. നിനക്ക് വല്ല ബോധമുണ്ടോ? അമ്മ പറഞ്ഞു തരുന്നത് എനിക്കറിയാം. അമ്മ അത്രയ്ക്ക് മോശമൊന്നും ആക്കണ്ട അലീന ചേച്ചിനെയും അച്ഛനെയും. അവരുടെ ബന്ധം എങ്ങനത്തെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നത്. ഇപ്പം നീ ഇത്ര പെട്ടെന്ന് കാല് മാറിയോടിയെന്ന് ചോദിക്കും. ഞാൻ അന്നും അലീന ചേച്ചിയുടെയും അച്ഛൻ്റെയും കൂടെ ആയിരുന്നു. പിന്നെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഒഴിയാൻ വേണ്ടിയിട്ടാണ്, ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നത്. ഇനി എന്തായാലും അത് ഉണ്ടാവില്ല അലീന ചേച്ചി, ഈ വീട്ടിൽ നിന്ന് പോകണ്ടെന്ന് തന്നെയാണ് എൻ്റെയും തീരുമാനം. അമ്മ തെറ്റ് ചെയ്ത് കഴിഞ്ഞു. അമ്മ അച്ഛനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണതാണ് അമ്മയ്ക്ക് നല്ലത് എന്ന് പറയും. ഞാൻ കാണിച്ചു തരാടി, എല്ലാവരും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെയാണ് പോകുന്നത് വൈജയന്തി. പിന്നീട് അമ്മയുടെ മുറി ചെന്ന് പരാതിയും പരിഭവവും പറയുന്നു. അവളെ ദത്തെടുത്ത് എന്ന് പറയും. അത് അവൾ ഈ മൂലയിൽ ഒതുങ്ങി കൂടി കഴിഞ്ഞതല്ലേ, വീട്ടുവേല എല്ലാ പണിയും ചെയ്ത്. നീയല്ല അവൾ ഇങ്ങനെ ആക്കിയിട്ട് അവൾക്കൊരു സ്ഥാനം കൊടുത്തത്, നീ കാരണല്ലേ എന്ന് പറയാം. എല്ലാം എൻ്റെ തലയിലായിക്കോട്ടെ. ഞാൻ എൻ്റെ സഹോദരന്മാരെ വിളിച്ചു വരുത്തി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ പോണ്. ഒരിക്കലും ഞാൻ അവളുടെ മുന്നിൽ താഴില്ല എന്ന് പറയും. നീ മണ്ടത്തരം കാണിക്കല്ലേ വൈജയെന്ന് പറയും. ഞാൻ മണ്ടത്തരമല്ല കാണിക്കുന്നത്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് വിവാഹം വേണ്ട, ഞാൻ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞതല്ല. അച്ഛനും പറ്റിയില്ല, അമ്മയ്ക്കും പറ്റിയില്ല, എൻ്റെ ആങ്ങളമാർക്കും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കൊണ്ട് വന്നത്. എടി നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ സ്ഥാനം കൂടി അവൾക്ക് കിട്ടിയില്ലേ എന്ന് പറയും. ആ കിട്ടിക്കോട്ടെ, അല്ലെങ്കിലും അവൾ വന്നതോടുകൂടി ഈ വീട്ടിൽ എൻ്റെ സ്ഥാനം പോയി എന്ന് ആര് പറഞ്ഞടി എന്ന് പറയും. ഞാനൊന്നുമല്ല, ഞാൻ ആരും അല്ലാത്തവളെന്നുള്ളതൊക്കെ ബാലേന്ദ്രൻ്റെ വാക്കിയിലുണ്ടെന്ന് പറയും. അങ്ങനെ വൈജയന്തിയെ തോൽപ്പിക്കാൻ നോക്കണ്ട, ഞാൻ ഇവിടുന്ന് പോകും, എൻ്റെ മക്കളെയും കൊണ്ട് പോകും എന്ന് പറയും. ഇവിടെ എത്ര പറഞ്ഞാലും ഇവിടെ തലയിൽ കയറില്ല എന്ന് പറയുന്നു വൈജയന്തിയോട് മുത്തശ്ശി. പിന്നീട് ബാലചന്ദ്രൻ്റെയും അലീനരെയും കൂടെ ബന്ധമാണ് കാണുന്നത്. നല്ല ദൃഢമായൊരു ബന്ധം, അച്ഛനും മോളും അതന്നെ. ശരിക്കും ചെവിയുമൊക്കെ പിടിച്ച് തിരുമ്പണൊക്കെ ഉണ്ട് നല്ല സ്നേഹത്തോടെയാണ്. അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാർ എനിക്ക് നല്ലൊരു ഇതാണ് തന്നിട്ടുള്ള, സ്ഥാനമാണ് തന്നിട്ടുള്ളത്, ബഹുമതി, ആദരവ് എന്നൊക്കെ പറയില്ലേ, ഞാനതിൽ അഭിമാനിക്കും, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. അതിനുശേഷം വൈജയന്തിയോട് പറയും, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മേഡം വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റും, എന്നെ ഒന്ന് മോളെപ്പോലെ കണ്ടുകൂടെ എന്നൊക്കെ ചോദിക്കും. നിന്നെ മോളെപ്പോലെ ഞാൻ കാണണോ? അതിന് ഞാൻ 10 ജന്മം കൂടി ജനിക്കണം. എൻ്റെ മോളാവണമെങ്കിൽ എൻ്റെ രക്തം നിൻ്റെ ശരീരത്തിലൂടെ ഒഴുകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുച്ഛിക്കിന്. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് അലീനയ്ക്ക് മനസ്സിലാവണം. വരുന്നോടത്ത് വെച്ച് കാണാം, പോകണമെങ്കിൽ പോകട്ടെ, അല്ലാണ്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിക്കും. അലീന വിഷമത്തോടെ വൈജയന്തി പോകുന്നത് നോക്കി നിൽക്കുന്നതോടെയാണ് പ്രമോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.